നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വിശ്വാസികൾക്ക് പള്ളിയിൽ പോകണം. അതുകൊണ്ട് കേരളത്തിലെ വെള്ളിയാഴ്ചത്തെ തിരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് കമ്മീഷന് കത്തയച്ച് കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗും മതസംഘടനകളും. മത ആരാധനാ പ്രശ്നം ഉയർത്തി വെള്ളിയാഴ്ചത്തെ തിരഞ്ഞെടുപ്പിനെതിരെ രംഗത്തെത്തുകയാണ് മുസ്ലിം സംഘടനകൾ. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണെന്നും വിശ്വാസികൾക്ക് പള്ളിയിൽ പോകണമെന്നുമാണ് മുസ്ലിം സംഘടനകൾ ഉയർത്തുന്ന വാദം. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്താനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയും ചെയ്തു. വോട്ടെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നിശ്ചയിക്കണമെന്ന് സമസ്ത കേരള ജമഅത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടു. അതേസമയം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടത്തുന്നതിനെതിരെ മുസ്ലിം ലീഗും ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞു. വെള്ളിയാഴ്ചത്തെ പോളിംഗ് വോട്ടർമാർക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പോളിംഗ് ഏജന്റുമാരായ വിശ്വാസികൾക്കും അസൗകര്യം സൃഷ്ടിക്കുമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്ന വാദം. എന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളും മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒരു തടസ്സവും കൂടാതെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിം വിശ്വാസികൾക്ക് ഒരു വിഷമവും കൂടാതെ ഈ ദിവസം അവരുടെ ജോലിക്ക് പോകാനുമാകുന്നുണ്ട്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച പൊതു അവധി ദിനമല്ല, മറ്റു ദിവസങ്ങളെ പോലെ തന്നെ തികച്ചും ഒരു സാധാരണ ദിവസം മാത്രമാണ്. പിന്നെന്തിനാണ് ആ ദിവസം വോട്ടെടുപ്പ് നടന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോകുന്നത്? മതത്തിന്റെ പേരിലുള്ള ഇത്തരം പിടിവാശികൾ അംഗീകരിക്കാൻ ആരെയും അനുവദിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെള്ളിയാഴ്ച അടക്കം എല്ലാ ദിവസങ്ങളും ഹിന്ദുക്കൾക്ക് ആരാധനാ ദിവസമാണ്, ക്രിസ്ത്യാനികൾക്കാകട്ടെ ഞായറാഴ്ച ആരാധനാ ദിവസവും. അങ്ങനെയെങ്കിൽ ഏത് ദിവസമാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുക? ഇങ്ങനെയൊരു വാദവുമായി എന്തിനാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ വന്നിരിക്കുന്നത്? യഥാർത്ഥത്തിൽ പ്രീണനം എന്ന ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല. കേരളത്തിൽ വെള്ളിയാഴ്ച പൊതു അവധി ദിവസമേ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തുന്നത്? ആ തീരുമാനത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിന്റെ പേരിലെങ്കിലും ന്യൂനപക്ഷ പ്രീണനം നടത്തുകയും കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും ഞായറാഴ്ച അടക്കമുള്ള ദിവസങ്ങൾ ഓരോ ദിവസം നോക്കിയാലും ഓരോ ദൈവങ്ങളെ ആരാധിക്കുന്ന ദിവസങ്ങളാണ്. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച എന്ന പോലെ തന്നെ മറ്റെല്ലാ ദിവസങ്ങളും വെള്ളി അടക്കം ഞായറടക്കം എല്ലാ ദിവസങ്ങളും ഹിന്ദുക്കൾക്ക് പ്രിയപ്പെട്ട അവരുടെ ഓരോ ദേവീ ദേവന്മാരുടെയും ദിവസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ നടപ്പാക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവകാശവാദം പറയാൻ യാതൊരു അർഹതയും ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനോ മറ്റ് സംഘടനകൾക്കോ ഇല്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്.